പ്രിയമുള്ളവരെ, കാലങ്ങളൊക്കെ മാറിപ്പോയി തുടങ്ങിയെന്നേ. നമ്മുടെ ജീവിതത്തിലെ കാലങ്ങളൊക്കെ എല്ലാം മാറിപ്പോയി. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാലഘട്ടങ്ങളല്ല ഇപ്പോൾ. പണ്ട് കാലങ്ങളിലൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളൊക്കെ, നമ്മൾ പണമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അസൂയയാണ് നമുക്ക് ജീവിതത്തിൽ. കാരണം അവന് ജീവിക്കാനുള്ള പണം അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ, അവനെന്തും നേടിയെടുക്കുക. കാരണം നമ്മളെ കയ്യിലൊന്നും ഒന്നുമില്ലാത്ത കാലഘട്ടത്ത് നമ്മളെ കയ്യിലൊക്കെ അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഈ പണമുള്ള ആളുകളെ കാണുമ്പോൾ ഒരുപാട് അസൂയ തോന്നും. കാരണം അവന് വിചാരിക്കും, അവനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവന് പോയി എടുക്കാനുള്ള പണം അവൻ്റെ അടുത്തുണ്ട്, അവൻ വിചാരിച്ച കാര്യങ്ങൾ നടത്താനുള്ള പണം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക്, അതായത് പണമില്ലാത്ത ആളുകൾക്ക് ഈ പണമുള്ള ആളുകളെ കാണുമ്പോൾ ഒരു തരം അസൂയയാണ്. പണ്ട് കാലങ്ങളിലേക്ക് അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണമുള്ളവനാണെങ്കിലും പണം ഇല്ലാത്തവനാണെങ്കിലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ആളുകളെ കണ്ടിട്ട് അസൂയപ്പെടുന്ന ആളുകളാണ് ഇന്ന് ജീവിതത്തിലുള്ളത്. ഇന്ന് ജീവിതത്തിൽ നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, നല്ല തൻ്റെ ഇടം ഉള്ള ആളുകളെ കാണുമ്പോൾ അവരെ കുറിച്ചിട്ടാണ് നമുക്ക് അസൂയ തോന്നാറ്. ഇന്ന് ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ രണ്ട് താരതമ്യപ്പെടുത്തി നോക്കുക. പഴയ കാലത്തെയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പണമുള്ളവനെ കാണുമ്പോൾ അസൂയപ്പെടുന്ന കാലങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പം നല്ല ആരോഗ്യം, നല്ല ചുറുചുറുക്കുള്ള ആളുകളെ കാണുമ്പോൾ അസൂയപ്പെടുന്ന ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആരോഗ്യമുള്ള ആളുകളെ കാണുമ്പോൾ അതൊരു തരം അസൂയയാണ്. ചില ആളുകൾ ആരോഗ്യമുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതങ്ങളൊക്കെ ആയിപ്പോയി. കാരണം കാലം മാറ്റിമറിച്ച് തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ്. ജീവിത ശൈലികളെല്ലാം മാറി തുടങ്ങി. സംസ്കൃതത്തിൽ ഒരു ഭാഷയുണ്ട്, ക്ഷമ ബലമശക്താനാം എന്ന് പറയുന്ന സംസ്കൃതത്തിലൊരു ശ്ലോകമാണ്. അപ്പോൾ അതിൻ്റെ എന്താ, ഇപ്പോൾ ക്ഷമയുള്ളവന് മാത്രമേ വിജയിച്ചു പോകാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ക്ഷമയുള്ളവന് മാത്രമേ